Part 6 Basic Accounting Terms Chapter Wise Question Discussion. Question number 95. What is the vouchers used by the accountant to enter transactions in journal in respect of the purchase return? ഇതിൻ്റെ ആൻസർ വരുന്നത് ഡെബിറ്റ് നോട്ട് എന്നാണ്. അപ്പം നമുക്കിവിടെ ഡെബിറ്റ് നോട്ട് എന്താണെന്ന് പറയണം. ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ്. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ബുക്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സബ്സിഡറി ബുക്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സബ്സിഡറി ബുക്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഒരു പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും വേറെ ഉണ്ട്. ഇത് റിട്ടേൺ വരുന്നതാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന ബുക്കുകളാണ് പർച്ചേസ് ബുക്ക്, സെല്ല് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന ബുക്കാണ് സെയിൽസ് ബുക്ക്. ഇത് റിട്ടേൺ വരുന്ന ബുക്കുകളാണ് പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും. ഈ രണ്ട് ബുക്കുകളും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സിനെയാണ് നമ്മൾ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. പർച്ചേസ് റിട്ടേൺ ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് വെക്കുന്ന ഒരു നോട്ടാണ് ഡെബിറ്റ് നോട്ട്. ഇത് രണ്ടും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഏത് രണ്ടും? ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. നമ്മൾ ഡെബിറ്റ് നോട്ട് പറഞ്ഞു, പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കുന്ന ഒരു നോട്ടാണ് ഡെബിറ്റ് നോട്ട്. എവിഡൻസ് ആണ്, അതൊരു എവിഡൻസ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്തു എന്ന് പറയുന്നതിനൊരു എവിഡൻസ് ആണ്. ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് ഇപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും, ഇപ്പോൾ ഒരു പർച്ചേസ് നടന്നാലും ഒരു സെയിൽസ് നടന്നാലും നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ഇൻവോയ്സുകളുണ്ട് അല്ലേ. അപ്പം ഒരു റിട്ടേൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ റിട്ടേൺ അയക്കുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് വേണ്ടേ. അപ്പോൾ ആ സോഴ്സ് ഡോക്യുമെൻ്റുമായിട്ട് വെക്കുന്നതാണ് ഇത് ഡെബിറ്റ് നോട്ട്. സെയിൽസ് നടക്കുമ്പോൾ, സെയിൽസ് റിട്ടേൺ നടക്കുമ്പോൾ ക്രെഡിറ്റ് നോട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അതിൽ നോക്കണം. പർച്ചേസ് റിട്ടേൺ എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മളൊരു കമ്പനി റൺ ചെയ്യുമ്പോൾ നമുക്ക് സപ്ലൈസ് ഉണ്ടാവും, ഔട്ട്സൈഡേഴ്സ് സപ്ലൈസ് ഉണ്ട്. സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഗുഡ്സിനകത്ത് കുറച്ച് ഡിഫക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് ക്വാണ്ടിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സാധനങ്ങൾ തിരിച്ച് സപ്ലൈസിന് തന്നെ അയക്കും. അപ്പോൾ അയക്കുന്ന സമയത്ത് ആ ഗുഡ്സിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഒരു നോട്ടാണ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഇത് റിസീവ് ചെയ്യുന്ന ആരായിരിക്കും? സപ്ലയർ ആയിരിക്കും. അപ്പം ആ ഒരു ഡെബിറ്റ് നോട്ടിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് സപ്ലൈസിന് തന്നെ അയക്കുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ആ ഗുഡ്സിൻ്റെ കൂടെ വെക്കുന്ന ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട്. തിരിച്ച് സപ്ലൈസ് എന്ത് ചെയ്യും? അപ്പം ഇത്രയും സാധനം അവിടെ എത്തി, അപ്പോൾ അതിന് പകരമുള്ള സാധനം നമുക്ക് തിരിച്ച് കമ്പനിയിലോട്ട് അയക്കണ്ടേ. സപ്ലൈസ് നമുക്ക് സാധനം ഇങ്ങോട്ട് അയച്ചു തരുമ്പോൾ അവിടെ നിന്നൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വെക്കുന്നുണ്ട്. അതിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ വായിച്ച് നോക്കുമ്പം ദ വൗച്ചർ യൂസ്ഡ് ബൈ ദ അക്കൗണ്ടൻറ്റ് ടു എൻ്റർ ദ ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് പർച്ചേസ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേണിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 96. ദ വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ഈസ് കാൾഡ്. അപ്പോൾ ഒരു ഒരു ബിസിനസ് നടത്തുന്ന ആൾ പുള്ളിയുടെ പേഴ്സണൽ യൂസിന് വേണ്ടി എന്തെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ മണിയോ ക്യാഷോ അവിടുന്ന് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? അപ്പം ബിസിനസ് യൂസിന് വേണ്ടിയല്ല, പേഴ്സണൽ യൂസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് ഡ്രോയിങ്സ് എന്നാണ്. അതിനെ ഡ്രോയിങ്സ് എന്നുള്ള പേരിലാണ് നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ ഡ്രോയിങ്സ് എന്നാണ് കാണിക്കുന്നത്. ചില ടൈമിൽ ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതാൻ ചോദിക്കും. ഇപ്പം വിഡ്രോവൽ ഓഫ് ക്യാഷോ ഗുഡ്സ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ പർപ്പസ്, അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് വിഡ്രോ ചെയ്തു. അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. എന്ന് വെച്ചാൽ ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് അവിടെ വരുന്നത്.
ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സിനെയാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. ബീയിങ് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസ് എന്ന് കാണുമ്പോൾ അവിടെ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 97. In a trading concern, the stock hand in the amount of goods which are laying unsold as at the end of an accounting period is called dash. അപ്പം ഒരു ട്രേഡിംഗ് കൺസേണിൽ ലാസ്റ്റ് ഇയറിൽ കുറച്ച് ഗുഡ്സ് എന്ത് ചെയ്യുകയാണ്, സെല്ല് ചെയ്യാതെ അൺസോൾഡ് ആയിട്ട് അവിടെ ഇരിക്കുവാണ് ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ. അപ്പം ആ ഇരിക്കുന്ന അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഇതൊരു ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, അല്ലെങ്കിൽ എൻഡിങ് ഇൻവെൻറ്ററീസ് ആണ്. ഇൻവെൻറ്ററീസ് മീൻസ് ഗുഡ്സ് തന്നെയാണ്. ഗുഡ്സിനെ തന്നെയാണ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് സാധനമാണോ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് അതിനെല്ലാം കൂടെ ചേർത്താണ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡിങ് ഇൻവെൻറ്ററീസ് അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആ ഇയർ എൻഡിലാണ്, ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എൻഡിൽ വരുമ്പോൾ അത് ക്ലോസിംഗ് സ്റ്റോക്കും, അടുത്ത വർഷം അതൊരു പുതിയ ഫിനാൻഷ്യൽ ഇയറിലോട്ട് വരുമ്പോൾ അതൊരു ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 98. ക്ലോസിംഗ് സ്റ്റോക്ക് കമ്പേഴ്സ് ഓഫ്. ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ ദ ഹാൻഡ് ഓഫ് ക്ലോസിംഗ് ഡേറ്റ്, റോ മെറ്റീരിയൽസ് വരാം. ഒരു ട്രേഡിംഗ് കൺസേൺ ആണ്. അവിടെ നമുക്ക് എല്ലാം അവിടെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഫിനിഷ് ആവാത്ത ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കാം, ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കാം. ഗുഡ്സ് ഓൺ ദ ഹാൻഡ് ഓഫ് ക്ലോസിംഗ് ഡേറ്റ്, ആ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ അൺസോൾഡ് ആയിട്ടിരിക്കുന്ന എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിങ് റോ മെറ്റീരിയൽസ് ആൾസോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 99. ദ ഡോക്യുമെൻ്റ് എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും നമ്മൾ അവിടെ വൗച്ചർ യൂസ് ചെയ്യണം. വൗച്ചറാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും പറഞ്ഞു. ഇത് രണ്ടും ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ്, വൗച്ചേഴ്സ് ആണ്. പർച്ചേസ് നടക്കുമ്പോൾ ഒരു ഇൻവോയ്സ് വൗച്ചർ ഉണ്ട്, സെയിൽസ് നടക്കുമ്പോൾ ഒരു ഇൻവോയ്സ്. അപ്പോൾ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് വൗച്ചർ വെക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൗച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100. What are the vouchers used by the accountant to enter transaction in journal in respect of cash purchase, credit purchase, sales return, credit sales? നമ്മൾ ഇതിൽ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം നമുക്ക് ആൻസർ ഇപ്പോൾ പറയാൻ പറ്റും. സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേൺ അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പർച്ചേസ് റിട്ടേണിൻ്റെയും സെയിൽസ് റിട്ടേണിൻ്റെയും വൗച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെയിൽസ് റിട്ടേണിൻ്റെ വൗച്ചർ ക്രെഡിറ്റ് നോട്ടും പർച്ചേസ് റിട്ടേണിൻ്റെ വൗച്ചർ ഏതാണ്, ഡെബിറ്റ് നോട്ടും ആണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ദ വൗച്ചേഴ്സ് ഇൻ ജേണൽ എൻട്രീസ് ഫോർ. ഒരു ക്യാഷ് പർച്ചേസ് ആണ് നടന്നതെങ്കിൽ വിൽ ബി റെക്കോർഡഡ് ആസ് പർച്ചേസ് ബില്ല്. ഒരു ജെനുവിൻ ട്രാൻസാക്ഷൻ ആണ് നടന്നത്, ക്യാഷ് കൊടുത്തു, സാധനം വാങ്ങിച്ചു, അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാഷ് പർച്ചേസ് വിൽ ബി റെക്കോർഡഡ് ആസ് എ പർച്ചേസ് ബിൽ. അടുത്തത് ക്രെഡിറ്റ് പർച്ചേസ് ടു ബി പർച്ചേസ് ഇൻവോയ്സ് ആണ്. അപ്പോൾ ഒരു കടത്തിനാണ് നമ്മൾ സാധനം വാങ്ങിച്ചതെങ്കിൽ അവിടെ എന്താണ് നമുക്ക് തരേണ്ടത്, പർച്ചേസ് ഇൻവോയ്സ് ആണ്. ഒരു ഇൻവോയ്സ് നമ്പർ ഇട്ട് നമുക്കൊരു ഇൻവോയ്സ് ബില്ല് നമുക്ക് തരും, ഒരു വൗച്ചർ തരും, ഇൻവോയ്സ് വൗച്ചർ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസിന് ക്രെഡിറ്റ് ഇൻവോയ്സ്, ക്രെഡിറ്റ് പർച്ചേസ് ടു ക്രെഡിറ്റ് പർച്ചേസ് ഇൻവോയ്സ് ആണ്. പർച്ചേസ് നോക്കണം, ക്രെഡിറ്റ് പർച്ചേസ് ടു പർച്ചേസ് ഇൻവോയ്സ്. അടുത്തത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുമ്പം പ്യുവറായിട്ട് ക്യാഷ് സെയിൽസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യാഷ് സെയിൽസ് എടുക്കുമ്പോൾ ഒരു സെയിൽസ് ബില്ലാണ് നമുക്ക് തരുന്നത്. നേരത്തെ പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ളതുപോലെ പർച്ചേസ് ബില്ലുള്ളതുപോലെ ക്യാഷ് സെയിൽസ് നടന്നപ്പോൾ സെയിൽസ് ബില്ല് തന്നു. അടുത്തത് നമ്മൾ പഠിച്ചത് തന്നെയാണ് സെയിൽസ് റിട്ടേൺ വരുമ്പോൾ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ അവിടെ ക്രെഡിറ്റ് ഇൻവോയ്സ്. അപ്പം ഈ ഓരോന്നിനും ഓരോ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ഉണ്ട്. ഒരു പ്യുവറായിട്ട് ക്യാഷ് പർച്ചേസ് നടത്തുമ്പോൾ പർച്ചേസ് ബില്ലും, ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ്, ക്യാഷ് സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ബില്ല്, സെയിൽസ് റിട്ടേൺ ആണെങ്കിലോ ക്രെഡിറ്റ് നോട്ട്. ഇപ്പോൾ പർച്ചേസ് റിട്ടേൺ അതിൽ പറഞ്ഞില്ല, പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ അവിടെ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഏതാണ്, സെയിൽസ് ഇൻവോയ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 101.
വാട്ട് ആർ ദ വൗച്ചേഴ്സ് യൂസ്ഡ് ബൈ ദ അക്കൗണ്ടൻറ്റ് ടു എൻ്റർ ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി പർച്ചേസ് റിട്ടേൺ, സാലറി പെയ്ഡ്, ഇലക്ട്രിസിറ്റി ബിൽ പെയ്ഡ്, ടെലഫോൺ ബിൽ പെയ്ഡ്, റിസീവ്ഡ് കമ്മീഷൻ. അപ്പം നമുക്ക് മോള് പറഞ്ഞേക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസുകളാണ്. പർച്ചേസ് റിട്ടേൺ, സാലറി പെയ്ഡ്, ഇലക്ട്രിസിറ്റി ബിൽ പെയ്ഡ്, ടെലഫോൺ ബിൽ പെയ്ഡ്, റിസീവ്ഡ് കമ്മീഷൻ. ഒരു ട്രാൻസാക്ഷൻ ഓരോരോ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കാം. ആദ്യത്തേത് പർച്ചേസ് റിട്ടേൺ. നമ്മൾ ആദ്യമേ തൊട്ട് പറയുക പർച്ചേസ് റിട്ടേൺ. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. പർച്ചേസ് റിട്ടേൺ വൗച്ചറായിട്ട് വെക്കുന്നതിൽ എന്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിരുന്നു പർച്ചേസ് റിട്ടേണിൽ? ഇത് വൗച്ചേഴ്സ് ഇൻ ജേണൽ എൻട്രീസ്. മോളിൽ പറഞ്ഞേക്കുന്ന വൗച്ചേഴ്സിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത്? പർച്ചേസ് റിട്ടേൺ വിൽ ബി റെക്കോർഡഡ് ആസ് എങ്ങനെയാ? പർച്ചേസ് ആസ് എ പർച്ചേസ് ഡെബിറ്റ് അഥവാ ഡെബിറ്റ് നോട്ട്. ആസ് പർച്ചേസ് ഡെബിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അടുത്ത സാലറി പെയ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പേറോളിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സാലറി എല്ലാം നമ്മളൊരു പേറോളിൽ ആണ് എഴുതി റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്നത്. പേറോൾ ഒരു വൗച്ചർ ഡോക്യുമെൻ്റ് ആണ്. എന്ത് കൊടുത്തോ ഇല്ലയോ, സാലറി കൊടുത്തോ ഇല്ലയോ എന്നും പേറോളിൽ നോക്കിയിട്ടാണ് എല്ലാ എൻറ്റിറ്റീസും ഫോളോ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് പേറോൾ. എംപ്ലോയീസിന് സാലറി കൊടുത്തോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുമ്പോൾ റെസിപ്റ്റ് ഫ്രം എവിടെ നിന്ന്? റെസിപ്റ്റ് കിട്ടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി കമ്പനിയിൽ നമുക്ക് ബോർഡിൽ നിന്ന് റെസിപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു ഡോക്യുമെൻ്ററി വൗച്ചറാണ്. ടെലഫോൺ ബില്ല് പേ ചെയ്യുമ്പോഴും നമുക്ക് എന്താണ്? റെസിപ്റ്റ് കിട്ടുന്നുണ്ട്. അതും ഒരു ഡോക്യുമെൻ്ററി വൗച്ചറാണ്. റിസീവ്ഡ് കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോഴും റെസിപ്റ്റ് കിട്ടുന്നുണ്ട്. അതൊരു റെസിപ്റ്റ് വൗച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 102. ആൻ ഈവൻറ്റ് ഇൻ വിച്ച് there is an exchange of value is called. അപ്പം അവിടെ പറയുന്നത് ഒരു ഈവൻറ്റ് നടക്കുവാണ്, എന്തോ ഒന്നിൻ്റെ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന, ആ ഈവൻറ്റിന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ബിസിനസ് ട്രാൻസാക്ഷൻ എന്നാണ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ കാര്യം, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ ട്രാൻസാക്ഷൻ്റെയോ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുവാണ്. മണി വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്താൽ ആ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇൻ ക്യാഷായിട്ട്. അപ്പം അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു. ആ ഈവൻറ്റിന് പറയുന്ന പേര്. An event in which there is an exchange in the value is called business transaction. Next question 103. The transaction in which there is an exchange of money value between two or more entities is called. അപ്പം ഇവിടെ പറയുന്നത് 2 or more entities ആണ്. അപ്പം നമ്മുടെ കമ്പനിയും ഔട്ട്സൈഡുള്ള വേറെ 2 കമ്പനിയും 2 or more entities തമ്മിലുള്ള ഒരു മണി വാല്യൂ ട്രാൻസാക്ഷനെ പറയുന്ന പേരെന്താണെന്നാണ്? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ഉണ്ട്, ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പം ഒരു കമ്പനിക്ക് അകത്ത് തന്നെ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ അതൊരു എക്കണോമിക്ക് അകത്ത് തന്നെയാണെങ്കിൽ അത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷനും, പുറത്ത് എക്സ്റ്റേണൽ വരുമ്പോൾ എങ്ങനെയാണ്? എൻറ്റിറ്റീസ് 2 or more എൻറ്റിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് അവരുടെ പാർട്സോ, ഇപ്പോൾ നമ്മളൊരു റെഫ്രിജറേറ്റർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അതിന് ഒരുപാട് വേറെയുള്ള എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും. നമ്മളത് വേറൊരു കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുവാണ്, ഒരു മണി വാല്യൂ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 104. The economic transaction that occurs entirely within one enterprise is dash. അവിടെ നമ്മൾ പറയുന്നത് എൻറ്റയർലി വിത്തിൻ 1 എൻ്റർപ്രൈസസ് എന്നാണ്. അപ്പോൾ ആ ഒരു എൻ്റർപ്രൈസസിനകത്ത് വെച്ച്, ആ ഒരു എൻറ്റിറ്റിക്ക് അകത്ത് വെച്ച് നടക്കുന്നതായതുകൊണ്ട് അത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷനാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിലൊക്കെ മണി വാല്യൂ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ. അപ്പം ബിസിനസ് ട്രാൻസാക്ഷൻ, എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ, ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 105. The transaction involving immediate receipt or payment of money is called. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? റെസിപ്റ്റും കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് എങ്ങനെ ക്യാഷ് രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ട്രാൻസാക്ഷനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്യാഷ് ട്രാൻസാക്ഷനാണ്. അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? മീഡിയം ഓഫ് മണി, ക്യാഷ് ഉണ്ട്. അപ്പോൾ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 106. If the payment of a transaction is postponed, it is called dash. ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ പേയ്മെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് വെച്ചാൽ പിന്നീട് ഒരു ഡേറ്റിലോട്ട് മാറ്റുക. അപ്പം ഇന്ന് നടത്തുന്ന ഒരു പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ പിന്നീട് ഒരു ഫ്യൂച്ചറിലൊരു ഡേറ്റിലോട്ട് മാറ്റുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, കടത്തിന് വിൽക്കുവാണ്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 107. ഇഫ് ഗുഡ്സ് ഓർ സർവീസ് എക്സ്ചേഞ്ച് ഫോർ അതർ ഗുഡ്സ് ഓർ സർവീസ് ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഇതൊരു പണ്ട് കാലത്ത് നമ്മുടെ എക്കണോമിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ബാർട്ടർ സിസ്റ്റത്തിൽ പറയുന്നതാണ് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ അതിന് പകരം വേറൊരു സാധനം തന്നെ കൊടുക്കുക. മണി ഇല്ല, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ക്യാഷ് ആയിട്ടില്ല. സോ അങ്ങനെ വരുന്ന ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് ബാർട്ടർ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 108. The difference between the amount of total assets and total liabilities is called dash. ഇവിടെ നമ്മളൊരു കോൾഡ് ക്യാപിറ്റൽ, ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി ഒരു ഇക്വേഷനാണിത്. നമുക്കൊരു ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റിൽ നിന്നും നമ്മുടെ ലൈബിലിറ്റി, ബാധ്യതകൾ മാറ്റി നിർത്തുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ബാധ്യത നമ്മൾ എടുത്തു വെക്കുക. നമുക്ക് എത്ര ആസ്തി ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അസറ്റിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറയുള്ളൂ, ഒരിക്കലും നമ്മുടെ ബാധ്യത നമ്മൾ പറയില്ല. സോ നമുക്കൊരു ക്യാപിറ്റൽ കാണണം, ഒരു എൻറ്റിറ്റിയുടെ ക്യാപിറ്റൽ കാണണമെങ്കിൽ ആ എൻറ്റിറ്റിയിലുള്ള ടോട്ടൽ അസറ്റിൽ നിന്നും ടോട്ടൽ ലൈബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓൾസോ അപ്പോൾ നമുക്കൊരു അസറ്റാണ് കാണേണ്ടെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിൽ നിന്നും എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റിയും ക്യാപിറ്റലും എല്ലാം കൂടെ ചേർന്നുള്ളതാണ് അസറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റലിൽ നമ്മൾ ഒരിക്കലും ലൈബിലിറ്റി എടുത്ത് വെക്കില്ല, നമ്മുടെ ആസ്തി എത്രയുണ്ടോ അത് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഒരു അസറ്റിൽ നമ്മളിപ്പോൾ കടം വാങ്ങിച്ച്, ഇപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് കടപ്പത്രികയാണ്, കടപ്പത്രിക ഇഷ്യൂ ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. അതും കൂടെ ചേർത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ക്യാപിറ്റൽ അസറ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റിയാണ് നമ്മൾ അസറ്റിൻ്റെ കേസിൽ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 109. ഡാഷ് ആർ ദ ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ്സ് പേയബിൾ ബൈ ദ എൻ്റർപ്രൈസ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്. ഇവിടെ പറയുന്നത് എന്തെങ്കിലും ഒബ്ലിഗേഷൻസുകളാണ്. ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ ബാധ്യതകൾ സംഭവിക്കുകയാണ്, എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒബ്ലിഗേഷനോ ഡെറ്റ്, കടം, പേയബിൾ ബൈ ദ എൻ്റർപ്രൈസ്, ഒരു എൻ്റർപ്രൈസ് പേ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഓർ കടം, ഡെറ്റ് ഇൻ ഫ്യൂച്ചറിൽ കൊടുത്തു തീർക്കാനുള്ളതാണ്. ഇൻ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്, എന്തിൻ്റെ രൂപയാണ്, പൈസയായിട്ടോ ഗുഡ്സായിട്ടോ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് ലൈബിലിറ്റി. നമുക്കറിയാം ലൈബിലിറ്റി എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ് ഒരു ബിസിനസ് എൻ്റർപ്രൈസസിനുണ്ടാവുന്ന. ഡെറ്റ്, ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യണം അവരത് ഫ്യൂച്ചറിൽ, മണിയായിട്ടെങ്കിൽ മണിയായിട്ട്, ഗുഡ്സായിട്ടാണെങ്കിൽ ഗുഡ്സായിട്ട് അത് മീറ്റ് ചെയ്യാനുള്ളതാണ്. സോ ലൈബിലിറ്റിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1110. Which is known as proprietors or creditors claim against the asset of the business. ഒരു പ്രൊപ്പറേറ്ററിൻ്റെ ക്ലെയിം എന്താണ്? ഒരു പ്രൊപ്പറേറ്റർക്ക് ഫ്യൂച്ചർ കൊടുത്തു തീർക്കാനുള്ള ക്ലെയിം വന്നു. അപ്പോൾ അത് ക്ലെയിം വന്നു എന്ന് പറയുന്നത് തന്നെ ലൈബിലിറ്റിയാണ്. പ്രൊപ്പറേറ്റർക്ക് അതൊരു ലൈബിലിറ്റിയാണ്. പ്രൊപ്പറേറ്റർ ലൈബിലിറ്റി എടുത്തു വെക്കുമ്പോൾ പ്രൊപ്പറേറ്റർ ആരാവുകയാണ്? ക്രെഡിറ്ററാണ്. അപ്പം വിച്ച് ഈസ് നോൺ ആസ് എ പ്രൊപ്പറേറ്റർ ഓർ ക്രെഡിറ്റേഴ്സ് ക്ലെയിം എഗൻസ്റ്റ് ദ അസറ്റ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ അസറ്റിൽ നിന്നും എടുത്തു കൊടുക്കേണ്ട ക്ലെയിമുകളെയാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ലൈബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈബിലിറ്റി വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year ഈസ് കോൾഡ്. അപ്പം ഒരു ലൈബിലിറ്റി ഉണ്ടായി, അത് നമ്മൾ 1 yearനുള്ളിൽ അത് ഡ്യൂ ആയി, അത് അടയ്ക്കാനുള്ള ടൈമായി. അങ്ങനെയുള്ള ലൈബിലിറ്റീനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. ഇപ്പോൾ ലൈബിലിറ്റി നമുക്ക്
ഷോർട്ട് ടേം ലൈബിലിറ്റി ഉണ്ട്, മീഡിയം ടേം ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റീസിനെയൊക്കെ നമ്മൾ ഷോർട്ട് ടേം ലൈബിലിറ്റിയാണ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസസിൽ, ബിസിനസ് എൻറ്റിറ്റിയിൽ ഷോർട്ട് ടേം ലൈബിലിറ്റീസ് 1 ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റീസാണ് ഷോർട്ട് ടേം ലൈബിലിറ്റീസ്. എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് കടത്തിന് വാങ്ങിച്ച ആൾക്കാർ, കടത്തിനാണ് നമ്മൾ വാങ്ങിച്ചത്, അപ്പോൾ അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഏതെങ്കിലും എക്സ്പെൻസസ് കൊടുത്തു തീർക്കാനുള്ളതുകൊണ്ട് അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുവാണ്, നമ്മൾ കൊടുത്തു തീർക്കണം. അതിനെയൊക്കെ നമ്മൾ എന്താണ് ഷോർട്ട് ടേം ലൈബിലിറ്റിയുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മളത് കൊടുത്തു തീർക്കണം. നെക്സ്റ്റ് 112ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ലൈബിലിറ്റി ദാറ്റ് ആർ പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ ഈസ് കാൾഡ്. അപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് വിത്തിൻ 1 ഇയറിനുള്ളിൽ, ഇത് ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ ആണ്. അപ്പം ഒരു വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി. സോ ഇറ്റ് ഈസ് എ ലോങ് ടേം ലൈബിലിറ്റി. നമുക്കൊരു കുറച്ച് ടൈം കൂടുതൽ കിട്ടുന്നില്ലേ ആ ലൈബിലിറ്റിയിൽ. അപ്പം അങ്ങനെയുള്ള ലൈബിലിറ്റീസിന് എക്സാമ്പിൾസ് ആണ് മോർഗേജ് ലോൺ, ഡിബഞ്ചർ. മോർഗേജ് ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു വീട്, വസ്തു, അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് വെച്ച് നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കില്ലേ. അപ്പം അത് നമുക്ക് ലോങ് ടേമിലേക്കാണ് അത് നമുക്ക് തരുന്നത്. കുറച്ച് കാലാവധി ഉണ്ട് അത് അടച്ച് തീർത്ത് ഡോക്യുമെൻ്റ് തിരിച്ചെടുക്കാൻ. സോ മോർഗേജ് ലോൺ അതാണ്. ഡിബഞ്ചർ അറിയാം, കടപ്പത്രിക. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ചില ബിസിനസ്സുകൾ അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട്. അതിനും നമുക്ക് ലോങ് ടേം ലൈബിലിറ്റിയാണ് കിട്ടുന്നത്. ലോങ് ടേം ലൈബിലിറ്റിയുടെ കൂട്ടത്തിലാണ് അതും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 113, ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദ ബിസിനസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനഫിഷ്യൽ ടു ദ ഫ്യൂച്ചർ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് ക്യാൻ ബി ടേംഡ് ആസ്. പറയുന്നത് ഏതെങ്കിലും ഒരു ക്യാഷ് അല്ലെങ്കിൽ ക്യാഷുമായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബിസിനസ്സിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഫ്യൂച്ചറിലേക്ക്. ഒരു വിലപിടിപ്പുള്ള ഒരു ബിൽഡിങ് നമുക്ക് ഫ്യൂച്ചറിൽ അത് ബിൽഡിങ് സെയിൽ ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കാം, ക്യാഷ് ഉണ്ടാക്കാം. അപ്പം അത് ബിസിനസ്സിൽ നമുക്ക് എന്തായിട്ടാണ് നമ്മൾ പറയുന്നതെന്നാണ്. ദ ബിസിനസ് ക്യാൻ ബി ടേംഡ് ആസ് അസറ്റ്. ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ അസറ്റാണ്. ബിൽഡിങ്ങോ ലാൻഡോ വെഹിക്കിൾസോ ഇതെല്ലാം നമുക്കൊരു അസറ്റായിട്ടാണ് കാണുന്നത്. അപ്പം ഫ്യൂച്ചറിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കാൻ പറ്റണം, ക്യാഷ് ആക്കാൻ പറ്റണം. സോ ദ ആൻസർ ഈസ് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 114, അസറ്റ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ടു ബി റിയലൈസ്ഡ് ഇൻ ക്യാഷ് ഓർ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് എ ബിസിനസ് ഈസ് കാൾഡ് ഡാഷ്. ഇവിടെ പറയുന്നത് നമ്മൾ നോർമലി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കിൾ, ഇപ്പോൾ ഒരു ഇയറിനുള്ളിൽ വിത്തിൻ എ ഇയർ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ നടന്നുകൊണ്ടിരിക്കും, ആ ഇയറിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. കറണ്ട് അസറ്റുകളാണ്. കറണ്ട് അസറ്റ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക്, നമുക്ക് കയ്യിലിരിക്കുന്ന ക്യാഷ്, ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് നമുക്ക് വിത്തിൻ ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിനുള്ളിൽ നമുക്കത് അസറ്റാണ്. അതും നമ്മുടെ ഒരു അസറ്റായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻറ്റിറ്റിയിലിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലേ, അത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇതെല്ലാം നമ്മുടെ കറണ്ട് അസറ്റുകളാണ്. പെട്ടെന്ന് നമുക്ക് ക്യാഷാക്കി മാറ്റാം. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിന് ഓപ്പറേറ്റിംഗ് സൈക്കിളിനുള്ളിൽ നമുക്ക് ക്യാഷാക്കി മാറ്റുകയും ചെയ്യാം. അതൊരു അസറ്റായിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മളൊരു ബിസിനസ് നടത്തും, നമ്മുടെ ഡ്രോയ്ക്കകത്ത് നമ്മളെ മേശയ്ക്കിടെ ഡ്രോയിൽ ക്യാഷ് ഇരിക്കുന്നു, അതും നമ്മുടെ ഒരു കറണ്ട് അസറ്റാണ്. ബാങ്ക് ബാലൻസ് ഉണ്ട്, അതും നമ്മുടെ ഒരു കറണ്ട് അസറ്റാണ്. സ്റ്റോക്ക് ഇരിക്കും, നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം നമ്മുടെ ഒരു കറണ്ട് അസറ്റായിട്ടാണ് ബിസിനസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 115, മെഷീനറി, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഫർണിച്ചേഴ്സ് ആർ എക്സാമ്പിൾസ് ഫോർ വാട്ട് ടൈപ്പ് ഓഫ് അസറ്റ്. അപ്പം നമുക്കറിയാം അസറ്റുകൾ, നമുക്ക് ഫിക്സഡ് അസറ്റ് പറഞ്ഞു, കറണ്ട് അസറ്റ് പറഞ്ഞു, പിന്നെ ഇനി പറയാത്ത 2 ടൈപ്പാണ് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ഇതിൽ നമുക്ക് ഈ ഫർണിച്ചർ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, മെഷീനറി ഒക്കെ നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് പിടിച്ച് നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് അസറ്റുകളാണ്. സോ അതിനെ വിളിക്കുന്ന പേരാണ് ടാഞ്ചിബിൾ. നമുക്ക് ക്യാൻ ടു ബി ടച്ച്, ഫീൽ ഓർ സെൻസ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും സെൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന
അസറ്റുകളെ വിളിക്കുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ മിഷനറി, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഫർണിച്ചറൊക്കെ ടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് 116ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗുഡ്വിൽ, ട്രേഡ് മാർക്ക് ആർ ദ എക്സാമ്പിൾസ് ഫോർ വാട്ട് ടൈപ്പ് ഓഫ് അസറ്റ്? ഗുഡ്വില്ല്, ട്രേഡ് മാർക്ക് ഒക്കെ, അത് ഗുഡ്വില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എൻറ്റിറ്റിക്ക് നല്ലൊരു പേരുണ്ട്, പുറത്ത് നല്ലൊരു നല്ല പേരാണ്. നല്ല പേരെന്ന് വെച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ട് നമുക്ക്. ഇപ്പം നമ്മുടെ ടാറ്റ എന്ന് പറയുമ്പം ആ ഒരു നൈമിനൊരു വാല്യൂ ഉണ്ട്, അതിന് ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള അസറ്റുകളെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ഇൻടാഞ്ചിബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കാണാനോ ഫീൽ ചെയ്യാനോ ടച്ച് ചെയ്യാനോ പറ്റുന്നില്ല. ഗുഡ്വില്ല്, ട്രേഡ് മാർക്കും അത് തന്നെയാണ്. ഒരു പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റുന്നില്ല, പക്ഷെ അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാം, അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. സോ അതിനെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 117ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ എമൗണ്ട്സ് ദാറ്റ് ആർ ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ് ഡാഷ്. ആൻസർ വരുന്നത് റവന്യൂ എന്നാണ്. എന്ന് വെച്ചാൽ റവന്യൂ മീൻസ് എന്താണ്, ബിസിനസ്സിന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നതിനാണ് റവന്യൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകമായിട്ട് കിട്ടുന്നതാണ്, ഇൻകമായിട്ട് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് പോലെ കിട്ടുന്നതാണ് റവന്യൂ മീൻസ്. ഇപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻറ്റിറ്റി ആണെങ്കിൽ എന്തെങ്കിലും സർവീസ് ഒരു കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻകമാണ്. ആ ഇൻകത്തിനെ നമ്മൾ റവന്യൂ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നത് ഒരു ബിസിനസ് എൻറ്റിറ്റീസിൽ. സോ 117ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റവന്യൂ ആണ്. 118ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺ ഐറ്റംസ് ഓഫ് റവന്യൂ? ഒരു ബിസിനസ് എൻറ്റിറ്റീസിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഐറ്റംസ് ആണ് താഴെ പറയുന്നത്. സെയിൽസ് നടക്കുന്നു, നോർമലി സെയിൽസ് നടക്കുമ്പോൾ നമുക്ക് എന്ത് ജനറേറ്റ് ആവുന്നുണ്ട്, റവന്യൂ, ഇൻകം, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതിനെയൊക്കെ റവന്യൂ റവന്യൂയുടെ ഹെഡിങ് അണ്ടറിലാണ് നമ്മൾ കൊടുക്കുന്നത്. കമ്മീഷൻ റിസീവ്ഡ്, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ കമ്മീഷൻ കിട്ടി, സോ അതും ഒരു റവന്യൂ നേച്ചറാണ്. റെൻറ്റ് റിസീവ്ഡ്, നമ്മുടെ ഒരു ബിൽഡിങ്, ബിസിനസ് എൻറ്റിറ്റിയുടെ ബിൽഡിങ് വേറൊരാൾ റെൻറ്റിനെടുത്ത് നമുക്ക് ആ റെൻറ്റ് കിട്ടുന്നതും നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് കിട്ടി, അതും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. സോ കോമൺ റവന്യൂ ജനറേറ്റഡ് ഐറ്റംസ് ആണ് ഈ പറഞ്ഞതെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 119ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പെൻഡിച്ചർ ഈസ് ഡാഷ് ഇൻ നേച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഏത് തരം നേച്ചറിലാണ്, ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചറാണ്, നമ്മളതിനെ ചിലവാക്കിയതാണ്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അത് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആവണമെങ്കിൽ ടൈം എടുക്കും. ലോങ് ടേമിലേക്കാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ലോങ് ടേം ഇൻ നേച്ചറാണ് എക്സ്പെൻഡിച്ചർ. നമുക്ക് ലോങ് ടേം നേച്ചറിലാണ് നമ്മൾ എഴുതുന്നത്. ലോങ് ടേം നേച്ചറാണ് എക്സ്പെൻഡിച്ചർ പറയുന്നത്. എക്സ്പെൻഡിച്ചർ നമ്മളൊരു എക്സ്പെൻസാണ്. നമ്മുടെ ഒരു ബിസിനസ്സിൽ നമ്മളൊരു വലിയൊരു ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പോൾ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കുറേ എക്സ്പെൻസസുകളുണ്ടാവും. അതെല്ലാം നമ്മൾ എക്സ്പെൻഡിച്ചർ നേച്ചറിലാണ് കാണുന്നത്. അപ്പോൾ ബിൽഡിങ് ഫൈനലായി അത് റൺ ചെയ്ത് തുടങ്ങി വരുമ്പോൾ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ ലോങ് ടേം സമയമെടുക്കും നമുക്ക്. സോ ഈസ് എ ലോങ് ടേം ഇൻ നേച്ചർ. നെക്സ്റ്റ് 120ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്യൂറിങ് ആൻ അസറ്റ് ഓർ ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഓർ ഫോർ ഇൻക്രീസിങ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു വലിയൊരു ലെന്തി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ദ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്യൂറിങ് ആൻ അസറ്റ്, നമ്മളൊരു കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണ് ഒരു അസറ്റ് അക്യൂർ ചെയ്യാൻ വേണ്ടി, മേടിക്കാൻ വേണ്ടി. ഒരു ബിൽഡിങ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് പോർഷൻ, ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്, ആ വാങ്ങിച്ച ബിൽഡിങ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ് പൊട്ടിപ്പൊളിഞ്ഞ് ഇത്തിരി മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ദി അസറ്റ്, പെയിൻറ്റ് ചെയ്ത് ഒക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ, പുതിയൊരു റിനോവേഷന് വേണ്ടിയൊക്കെ.
ഫോർ ഇൻക്രീസിങ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. എന്തിനാണ്? കപ്പാസിറ്റി. ഒരു വലിയൊരു ഷോപ്പിംഗ് മോളാണെങ്കിൽ അതിന് കുറച്ച് റിനോവേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അതിന് ഏണിംഗ് കപ്പാസിറ്റി കൂടും ആ ഒരു ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എൻറ്റിറ്റീസിന്. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെന്നാണ് പറയുന്നത്. അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം നമുക്ക് മൂലധനം കൂടാൻ വേണ്ടി നമ്മൾ എക്സ്പെൻസ് ചിലവാക്കിയതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂലധനം ഫ്യൂച്ചറിലേക്ക് നമുക്ക് ക്യാപിറ്റലിലേക്ക് നമ്മൾ പിന്നെയും ഇൻവെസ്റ്റ് ചെയ്തതാണ്. ബിൽഡിങ് വാങ്ങിക്കാൻ നമുക്കൊരു ക്യാപിറ്റലായി, അതിലേക്ക് പിന്നെയും നമ്മൾ എക്സ്പെൻസ് കൊടുത്തു. അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 121. എക്സാമ്പിൾ ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ്. പർച്ചേസ് ഓഫ് മെഷീനറി, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് എക്സെട്ര. അപ്പം പർച്ചേസ് ഓഫ് മെഷീനറി, ഒരു മെഷീനറി എൻറ്റിറ്റി ബിസിനസ്സിലോട്ട് പർച്ചേസ് ചെയ്യുന്നു. മെഷീനറി നമുക്ക് ആവശ്യമാണ്, പ്രൊഡക്ഷനും മാനുഫാക്ചർ ചെയ്യാനൊക്കെ ഒരു മെഷീനറി ആവശ്യമാണ്. സോ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്, ഇപ്പോൾ ഒരു വെയർഹൗസ് വേണം, ഒരു ഗോഡൗൺ വേണം നമുക്ക്. അപ്പം അതിന് നമ്മളൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതും ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ള ഒരു എക്സ്പെൻഡിച്ചറാണ്. സോ ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് 121ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് സച്ച് ആസ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, പേയ്മെൻറ്റ് ഓഫ് സാലറി ഓർ കോൾഡ് ഡാഷ്. ഇവിടെ നമ്മൾ എക്സ്പെൻഡിച്ചറിൽ തന്നെ വേറൊരു ടൈപ്പ് എക്സ്പെൻഡിച്ചറാണ്. നമുക്കിതിനെ ക്യാപിറ്റലായിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്നുള്ളൊരു വാക്ക് തന്നിരിക്കുന്നു. എക്സ്പെൻഡിച്ചറാണെന്ന് മനസ്സിലായത്. എമൗണ്ട് സ്പെൻഡ് ഫോർ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എക്സ്പെൻഡിച്ചർ മനസ്സിലായി. നമുക്ക് രണ്ട് ടൈപ്പ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പറ്റിയാണ് നമ്മൾ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് വന്നപ്പോൾ അവിടെ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് വരികയും ചെയ്തു. പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിലെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയാണ്. പേയ്മെൻറ്റ് ഓഫ് സാലറി, എല്ലാ മാസവും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, സാലറി എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. സോ അതൊന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഹെഡിലല്ല, മറിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഹെഡിലാണ് കൊടുക്കേണ്ടത്. കാരണം റവന്യൂ നമുക്ക് വിത്തിൻ ഷോർട്ട് പീരീഡിൽ കിട്ടുന്നുണ്ട് അതിന്. അപ്പോൾ സോ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഹെഡിലാണ് ഈ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് സച്ച് ആസ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് സാലറി ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണിക്കേണ്ടത്. താങ്ക് യു.